ഔലിയാക്കന്മാരെ സംബന്ധിച്ച് അവര് കൊണ്ട് നടക്കുന്ന ഔലിയാക്കളെ പറ്റി പോലും അവരെന്താ പറയുന്നത്? അവരൊന്ന് പ്രവചിച്ചാൽ അതങ്ങ് നടക്കുന്നതാണ്. കെ ഹംസയോട് പറഞ്ഞു, ഹുസൈൻ അണ്ടത്താണിയോട് പറഞ്ഞു. ഹുസൈൻ അണ്ടത്താണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വിളിച്ചിട്ട് കുണ്ടൂര് പണ്ടേ വിളിച്ചിട്ടുണ്ട് പോലും. കുണ്ടൂര് പണ്ടേ ഹുസൈൻ അണ്ടത്താണിയെ ഒരിക്കൽ കണ്ടപ്പോ യാ MP എന്ന് വിളിച്ചിട്ടുണ്ട് പോലും. ആ പ്രവചനം പുലരാതെ പോകുമോ? അതുകൊണ്ട് രണ്ടത്താണിക്ക് 78,000 ഭൂരിപക്ഷം ഉറപ്പാണ്. സാധുവും വിശ്വസിച്ചു, മുസ്ലിയാർ കുട്ടികളും വിശ്വസിച്ചു. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്കതിന്റെ പണിയുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലും ആത്മീയതയെ കച്ചവടക്കണ്ണോടുകൂടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പുരോഹിതപ്പടയുണ്ട്. അവർക്ക് ഇസ്ലാമിന്റെ ലേബലിൽ വേണമായിരുന്നോ ഈ ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങൾ പറയാൻ? ഇവർക്കെന്ത് ഔലിയാക്കൾ, ഇവർക്കെന്ത് കറാമത്ത്, ഇവർക്കെന്ത് ലൈലത്തുൽ ഖദർ, ഇവർക്കെന്ത് ബദർ, ഇവർക്കെന്ത് മലായിക്കത്തുകൾ? ബദറില്ലതാ ഖുറൈശി പടയെ തുരത്താൻ വേണ്ടി മലായിക്കത്തുകൾ ഇറങ്ങിയതുപോലെ അതാ പൊന്നാനിയിലും മഞ്ചേരിയിലുമൊക്കെ മലപ്പുറത്തുമൊക്കെ മലായിക്കത്തുകൾ ഇറങ്ങിയിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ മാത്രം ഈമാനികമായി അധപ്പതിച്ചല്ലോ ഈ വർഗം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആര് ജയിച്ചു തോറ്റു എന്നത് ഇവിടെ വിഷയമേ അല്ല. വോട്ട് കൂടുതൽ കിട്ടിയവർ ജയിക്കും. വേറൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനത്തിന് ഇഷ്ടമില്ലാത്തവരെ അവർ തോൽപ്പിക്കും, ജനത്തിന് ഇഷ്ടമുള്ളവരെ അവർ വിജയിപ്പിക്കും. അതിലൊന്നും ആരുടെയും ആ നിലക്കുള്ള ഒരാത്മീയതയുടെ പരിവേഷവും വേണ്ടതില്ല, ആവശ്യമില്ല. ജനം ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ ഇതിന്റെയൊക്കെ കുത്തക അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നവര് പറഞ്ഞു, ഏത് ഈ ഓരോ തങ്ങന്മാര് പ്രഖ്യാപിച്ചിട്ടുണ്ടത്രേ. ടി മുഹമ്മദ് ബഷീർ ഒരു സ്ഥാനാർത്ഥിയല്ലേ, അയാളൊരിക്കൽ ഇവരുടെ ഒരു തങ്ങളെ കാണാൻ ചെന്നുപോലും. അപ്പോ തങ്ങളുടെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു പോലും. ടി മുഹമ്മദ് ബഷീർ അങ്ങ് തിരിച്ചു പോകുന്ന നേരത്ത് എങ്ങനെയോ അബദ്ധത്തിൽ മേശപ്പുറത്തുണ്ടായിരുന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോയി. ഉടനെയതാ ഈ വൈരത്തൂർക്കാരൻ തങ്ങൾ പ്രവചിച്ചു അത്രേ, ഗ്ലാസ് പൊട്ടി, ഈട്ടിയും പൊട്ടി. പക്ഷേ പൊട്ടിയതാരാണ്? ഈ പൊട്ടനാണ് അല്ലേ? ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എവിടെയാണ് ഇവർ ഈ സമുദായത്തെ കൊണ്ടുപോയി വെക്കുന്നത്?